പിന്നെന്താ പ്രശ്നം? ഏഷ്യാനെറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞോ അഖിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയൂ, ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയൂ എന്ന്? പറയത്തില്ല. ആ വാട്ട് യു സെഡ് ഈസ് എക്സാക്ട്ലി കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചത്. ഇതുപോലെ പല കാര്യങ്ങളും. അപ്പൊ നിങ്ങളെ മുന്നിൽ ഈ പേര് വിളിച്ചു പറഞ്ഞ് ഇവരെ പൊതുമധ്യത്തിൽ നാറ്റിക്കാനല്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടാവും. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരക്കാരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ചാനലിൽ തന്നെ പ്രവർത്തിച്ച ഒരു പെൺകുട്ടി ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും അത് പൊതുമധ്യത്തിൽ വാർത്തയായും ചെയ്തിട്ട് നീയൊക്കെ എന്തോ കോപ്പി ചെയ്തടാ. ഞാനിപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നിനക്കൊക്കെ എന്തെങ്കിലും നീതി നേടി കൊടുക്കാൻ പറ്റുമോ? പേരുണ്ട് അതിനകത്ത്. നിനക്കൊക്കെ നീതി നേടി കൊടുക്കാൻ പറ്റുമോ? PR-ഉം കോപ്പും കമന്റും കൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് വല്ലവന്റെ കാശും പേടിച്ച് എച്ചിത്തരം കാണിച്ചിട്ട് സ്വന്തം ഉന്നകന്റെ വായി നല്ലതൊന്നും വരത്തില്ല. നാണവമാനമില്ലാത്ത നാറികളെ നീയൊക്കെ കമന്റ് ഇടാൻ തൊലിക്കുന്ന നടക്കുന്നു. ആർക്കെതിരെ ഉണ്ടാക്കാൻ നടക്കുന്നു? ഞാൻ ആർക്ക് വേണ്ടി പറഞ്ഞു? നഷ്ടങ്ങൾ